ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതേപോലെ സൈഡിൽ ക്യാമറ ഉണ്ട്, അതേപോലെ പുറകില് ക്യാമറ ഉണ്ട്. അങ്ങനെ ഉണ്ടായിനോ? അങ്ങനൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഏത് വണ്ടിയിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ? മിനി കൂപ്പറിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് മിനി കൂപ്പറിൽ കയറിയിരിക്കണോ? ഇല്ല. പക്ഷെ ഈ സൗണ്ടും ഈ മിററിലൂടെ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ഭീകര സാധനം കൊണ്ടാ നമ്മള് പോണെന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവും ചെയ്യും കേട്ടോ. ചുരിച്ചുപാടൊക്കെ അപ്പൊ ഇന്ന് ഞങ്ങളെ ഒരു അടിപൊളി വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താ സഖിമോനെ കാണിക്കണേ? ടൂറ് വേണ്ട, നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കാണിക്കാം, ചെറിയൊരു യാത്ര ചെയ്യാം. അപ്പൊ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന മുതല് ഈ ഒരു മുതലാണ് അല്ലേ സഖിമോനെ? ഏതാണ്? ക്യാരവൻ. ക്യാരവൻ കാണിക്കുമ്പോ ഇതിന്റെ ഔട്ട്ലുക്ക് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ തുടങ്ങാം. ഹായ്, എന്താ പരിപാടി? വണ്ടി കാണാൻ വന്നാ? എന്നാ വരി വന്നോളി, ധൈര്യമായിട്ട് വന്നോളി. ക്യാരവൻ കാണണോ? എങ്ങനെ പൂതിണ്ട്? ക്യാരവൻ കാണാനാ പൂതി, വണ്ടികൾ കാണാനാ പൂതി? എല്ലാതും. ഇതിന്റെ അകത്ത് കയറാൻ പൂതി ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എവിടെ വീട്? എവിടെ? എന്താ പേര്? നിങ്ങളെ പേരെന്താ? സിനാന്. എവിടേക്ക് ഇറങ്ങിയതാ? ജേഴ്സി ഒക്കെ ഇട്ടാണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നിക്കണ്. അപ്പൊ ഇങ്ങനെ സഫാരി കാർസിക്ക് വന്ന് വണ്ടി കാണാൻ പൂതിയാ? നിങ്ങളന്ന് ക്യാരവനിൽ കയറ്റിയിട്ട് റൈഡർ നന്നാലോ? ഞാൻ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ വെയിറ്റ് ചെയ്തോളി, ഞങ്ങളിപ്പോൾ ഇതിൽ യാത്ര പോവും. അപ്പം നിങ്ങൾ കയറ്റാം, ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുന്നേ ഇത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾ വണ്ടികളൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ. അപ്പം നമുക്ക് ഓലയും കൊണ്ടുപോകല്ലേ സെക്കുവനെ? അപ്പോൾ അടിപൊളി ലുക്കിലൊരു മോഡലാട്ടത്. അതായത് ഫോഴ്സ് ട്രാവലർ ക്യാരവൻക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു മോഡലാണ്. ഇതാണ് ഞങ്ങൾ സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു കിടില ലോഗോ ഒക്കെ കൊടുത്ത് വണ്ടി ഇങ്ങനെ റോട്ടിലൂടെ വരുന്ന കാണണം ഇതിൻ്റെ ലുക്ക്. ഉണ്ടടാ, കാരണേ പെട്ടെന്ന് കണ്ടാൽ തോന്നും ഇത് മെഴ്സിഡീസ് ബെൻസ് ബ്രാൻഡിന്റെ ഒരു വാഹനമാണ് അല്ലേ? ബെൻസ് ആണ് തോന്നൂലേ? എന്താ ബെൻസ് ആണ് തോന്നാനുള്ള കാരണം? ബെൻസിന്റെ ചിഹ്നാണ് അല്ലേ? ബെൻസ് തടിച്ചതാണെന്നാ തോന്നുക. അപ്പൊ നമുക്കേ ഇതിന്റെ പുറം ലുക്ക് ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക്. മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഫുൾ സെക്യൂരിറ്റി ആണ്. എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട്. ഇതാണ് നിങ്ങൾ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതേപോലെ സൈഡിൽ ക്യാമറ ഉണ്ട്, അതേപോലെ പുറകിൽ ക്യാമറ ഉണ്ട്, എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട്. ഇതാണ് നിങ്ങൾ ഒരു മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലാൻഡ് ക്രൂയിസർ പ്രാഡോയിലും അതേപോലെ ഫോർച്യൂണറിലും ലാൻഡ് ക്രൂയിസറിലൊക്കെ കാണുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കിടിലൻ ലുക്കാട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കണ്ടോ? ഇവിടെയും മെഴ്സിഡീസ് ബെൻസിൻ്റെ വലിയൊരു ലോഗോ ഗോൾഡൻ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ടോ മേലെ ഒരു അടിപൊളി റൂഫ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഇടുപ്പ് തരുന്ന രീതിയിൽ തന്നെ കേട്ടോ വണ്ടി ഉള്ളത്. ഇനി ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോഴേ ഇതാണ്ടോ മേലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോണി അവിടെ കൊടുത്തിട്ടുണ്ട്. ലതയ്ക്ക് പോനെ എനിക്ക് കയറാൻ വയ്ക്കോ? എങ്ങനെ കയറുക? പിടിച്ചിട്ട് കയറടാ ചവിട്ടി പിടിച്ച്. അപ്പൊ ജക്കിമോന് കയറാൻ വയ്ക്കും. ഞാൻ ഇറങ്ങി. ഇതെന്താ ഇവിടെ ചൂടുണ്ട് അല്ലേ? വെയിലത്ത് വെച്ചിട്ടേ നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കട്ടോ. ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാണ്ട്. ഇവിടെ എത്തിയോ? നല്ല വിളിച്ചോണ്ട്. അപ്പൊ നമുക്കേ ഇതിന്റെ ഉൾവശം കാണിക്കാം അല്ലേ? ഇതൊക്കെ പോലെ ഓലി വിളിച്ച് കാണിച്ചു കൊടുക്കും. ഇത് ഏതാ വണ്ടി? ഫോഴ്സ് ട്രാവലർ ക്യാരവൻ ആക്കിയത്. ഇതിന്റെ ഉള്ളിൽ എന്താ സെറ്റപ്പ് ഇല്ല അറിയോ നിങ്ങൾക്ക്? ബെഡ് ഉണ്ട് അല്ലേ? എങ്ങനെ മനസ്സിലായി? അങ്ങനെയാണല്ലോ അല്ലേ? സിനിമാ നടന്മാരൊക്കെ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇന്ന് സിനിമാ നടന്മാരും വലിയ സെലിബ്രിറ്റികളൊക്കെ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ് അല്ലേ? നമ്മൾ കയറാൻ പോകട്ടെ. എന്നാ തുറക്കട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോറ് തുറന്നിട്ടേ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുള്ള പരിപാടികൾ കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്യണം. ഇതാണോ ഇവിടെ ക്ലിപ്പ് ഉണ്ട്, അത് തുറക്കാം. ഇത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോക്ക് ഇതാണോ പവർ വിൻഡോൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടണിലാണ് നമ്മളിത് ഓപ്പൺ ആക്കി. കണ്ടോ? ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പണായി നമുക്ക് അകത്തോട്ട് കയറാം. ഇത് മുർഷിദാണ്, നമ്മളെ സാരഥിയാണ്. ഇന്ന് മുർഷിയാണ് നമ്മളെ ഈ വണ്ടി നമ്മൾ നയിക്കാൻ പോണത് അല്ലേ മുർഷിയെ? അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കാണിക്കാം. ഒല കയറ്റി. ജക്കിമനാണ് ഓർമ്മ വന്നിരിക്കുന്നത്. ഒല വിളിച്ച് കയറ്റി. വരി കയറി ബാ. വെൽക്കം ടു ക്യാരവൻ.
വാ കയറ് വാ ഫുഡ് കൈ അവിടെ ഇരിക്കും ഞാൻ എന്താ വരുന്നു കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മുഷേ ഇതെങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ സ്മൂത്താണ് ഇവിടെ മെഴ്സിഡീസ് ബെൻസിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ ഇത് എത്ര ഗിയർ വരുന്നുണ്ട് 5 ഗിയറാണ് റിവേഴ്സ് അടക്കം 6 ഗിയർ അല്ലേ പിന്നെ ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആകെ 39,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ ജോഷി എന്നുള്ള ബാഡ്ജിങ് കണ്ടങ്ങൾ ഇവരാണ് ഇത് ക്യാരവൻക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വണ്ടി ഓട്ടി അല്ലേ അപ്പോൾ മുർഷിക്കും ഇവിടെ 2 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ടോ ഫ്രണ്ടിലെ ഡ്രൈവർക്കും ഇവിടെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാത്തോട്ട് ജക്കിമോ പോട്ടെ അതായത് ഇതൊരു ഡ്രൈവർ ക്യാബിനാണ് ഇവിടെ ഫ്രണ്ടിൽ 2 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് സെറ്റപ്പ് ഉണ്ട് എല്ലാ ഭാഗങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഇതാണ്ടോ നേരത്തെ നമ്മൾ പുറത്ത് കണ്ട പോലെ തന്നെ ഒരു പവർ വിൻഡോ ഇവിടെയും വന്നിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യും അതുണ്ടോ ഡോറ് ക്ലോസ് ആയി അങ്ങനെ നമ്മൾ ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയി പുറത്തത്തെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ 2 അതിഥികളെ കിട്ടിക്കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെയുണ്ട് സെറ്റപ്പ് ആയില്ലേ ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ നിങ്ങൾ കണ്ടോളിട്ടോ എല്ലാവർക്കും അവിടെ വേണ്ടിയിട്ട് കാണിക്കാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് നമുക്ക് ഇതിന്മേ ഓഫ് ആക്കാൻ പറ്റും ഇപ്പോൾ ലൈറ്റൊക്കെ പോയി ഇനി ആംബിയൻസ് ലൈറ്റൊക്കെ വരുന്നുണ്ടോളിട്ടോ നിങ്ങൾ അടിയിൽ അവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നു എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഇനി നമുക്ക് കറക്റ്റ് കംപ്ലീറ്റ് നമ്മൾ CCTV കാര്യങ്ങളൊക്കെ പുറത്ത് എന്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കാണാൻ പറ്റും അതേപോലെ സെൻട്രൽ AC ഉണ്ട് ഇതുണ്ടോ AC-ൻ്റെ വിൻഡോസാണ് ഈ കാണുന്നത് ഇതിലൂടെ നല്ല എയർ ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ ബാത്റൂം ഉണ്ട് ഇനി അഥവാ നമുക്കൊന്ന് മൂത്രമൊഴിക്കണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ്ടോ ഇതൊരു ഡോറാണ് ഈ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വാഷ് ബേസ് ഉണ്ട് ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട് ഇത് കെമിക്കൽ ടോയ്ലറ്റ് ആട്ടോ അപ്പോൾ നമുക്ക് വൃത്തിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഈ ഡോറ് ക്ലോസ് ചെയ്താലൊരു കുഴപ്പമില്ല ജസ്റ്റ് ഒരാൾക്ക് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ നമ്മൾ ടോയ്ലറ്റ് പോണ പോലെ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും പിന്നുള്ളൊരു സെറ്റപ്പ് പറഞ്ഞാൽ നമ്മളെ കാണിക്കാം ഇതുണ്ടോ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഫുഡോ കാര്യങ്ങളോ ഫ്രൂട്ട്സോ വെള്ളമോ ഒക്കെ തണുപ്പിക്കണമെങ്കിൽ സേഫായിട്ട് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാനൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള കാര്യങ്ങളും അവിടെ ഇനി നിങ്ങളൊന്ന് കാണിക്കാം ഇനി നമുക്ക് ഈ സീറ്റില്ലേ മോനൊരു കാര്യം ചെയ്യും ഇവിടെ ഇനി ഈ സീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ മുന്നോട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കടത്തി കഴിഞ്ഞാൽ നമുക്കിതൊരു ബെഡായിട്ട് നമുക്ക് ഈ സീറ്റ് ഉപയോഗപ്പെടുത്താം ഇതാണോ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സീറ്റ് പോകണുണ്ടോ അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിർത്താം അപ്പോൾ ഒന്ന് നമുക്ക് ചാരി ഇരിക്കാം ഇനി അതല്ല ഇനി ഫുള്ളായിട്ട് കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇത് കംപ്ലീറ്റ് പോയിട്ട് ഇതൊരു ബെഡാവും ഇനി ഒരു കാര്യം ചെയ്യും ഇതൊക്കെ മുന്നേ ഒന്ന് കടന്ന് കാണിച്ചു കൊടുക്ക് ഷൂല് ചളിയുണ്ടോ അല്ല ഷൂ ചവിട്ടണ്ട കേട്ടോ അയവ കടന്നു നോക്കാം അപ്പോൾ ഒരാൾക്ക് അടിപൊളിയായിട്ട് ജക്കിക്ക് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ കിടക്കാം അല്ലേ ജക്കിയെ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ 2 ആൾക്ക് ഉഷാറായിട്ട് കിടക്കാൻ പറ്റിയ സൗകര്യമുണ്ട് അടിപൊളിയായിട്ട് കിടക്കാം ഇതാണ്ടോ അടിപൊളിയായിട്ട് കടന്ന് യാത്ര ചെയ്യാം അല്ലേ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചാരി ഇരുന്നിട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇത്ര ആക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാം അല്ലേ ഇങ്ങനെ ഇരുന്ന് TV ഒക്കെ കണ്ട് നല്ല AC ഒക്കെ ഇട്ട് അല്ലേ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് പറയും സൂപ്പറായോ നമ്മുടെ ഇരി അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് പറയും സൂപ്പറായി അല്ലേ ഇനി കൂട്ടുകാരന്മാരെ കൂടെ പോയി തള്ളല്ലേ നമുക്ക് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എൻ്റർ ചെയ്തേ അല്ലേ ഏത് വണ്ടിയിലും കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ ഏത് വണ്ടിയിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ മിനി കൂപ്പറിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് മിനി കൂപ്പറിൽ കയറിക്കണോ ഇല്ല ഇതുവരെ കയറിയില്ല അല്ലേ ഇന്ന് മിനി കൂപ്പർ കണ്ടോ എവിടെ കണ്ടേ കണ്ടില്ലേ എന്നാ പറയണ്ട മുത്തേ നമുക്ക് കയറാലോ എന്നിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് എന്താ സഫാരി കാർസിന്റെ അടുത്തായിട്ട് ഇതുവരെ വരാനി എന്റെ വീട് ഇവിടെ അല്ല ഞാൻ ഇവിടേക്ക് വിരുന്നതാ എന്റെ വീട് എവിടെ മാളിയേക്കല് ഇവിടെ ആരെ വീടാ ഇവിടെ മൂത്തമ്മാന്റെ വീട് അയ്യോ അപ്പൊ മൂത്തമ്മാന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഇത് കിട്ടിയില്ലേ എന്താ എന്റെ പേര് സിനാന് ജീവന്റെ ആരാണ് മാമന്റെ വീട്ടിൽ അനക്ക് ഏത് വണ്ടി കയറാൻ ആഗ്രഹം മിനി കൂപ്പറിൽ കയറാൻ തന്നെ ആഗ്രഹം അപ്പൊ എന്തൊരു കാര്യം ചെയ്യാം മിനി കൂപ്പർ നോക്കട്ടെ അവിടെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇപ്പൊ എല്ലാതും പാടെ ഒലിക്ക് ചെയ്ത് കൊടുത്താൽ മോശമല്ലേ അല്ലേ മിനി കൂപ്പർ ഇനി എന്നാ അടുത്ത പ്രാവശ്യം വരുമ്പോ അന്ന് മിനി കൂപ്പറിൽ കയറ്റാം കേട്ടോ
അതിപ്പോ കയറ്റണോ, ഇന്ന് പോയിട്ട് കയറ്റണോ, അതോ അടുത്ത പ്രാവശ്യം വരുമ്പോ മതിയോ? ഇഷ്ടാ? ഞാൻ സമയം ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. കാരവലിൽ ഇപ്പൊ ഏതായാലും കയറി, മിനി കൂപ്പറിൽ അടുത്ത പ്രാവശ്യം കേട്ടോ, ഉഷാറാക്കാൻ പറ്റും. അപ്പൊ അപ്പൊ ആൾക്ക് മിനി കൂപ്പറിൽ കയറാനൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അത് നമുക്കേ എല്ലാതും ഇപ്പൊ റെഡിയാക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു മിനി കൂപ്പറിലൊരു കയറ്റാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഇനി അടുത്ത സെറ്റപ്പ് കാണിച്ചാലേ ജക്കിക്ക്. ജക്കി മോൻ, ഇപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം, എവിടെ വെച്ച് കഴിക്കും? എങ്ങനെയുണ്ട്? അയ്യവാ, ഇവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കാം. ആ, പുറത്തത്തെ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതാ എങ്ങനെയുണ്ട്? കർട്ടൻ പൊക്കിയാൽ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇത് പൊക്കട്ടോ, അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് മക്കളെ കാരവന്. ഇതുകൊണ്ട് ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ എങ്ങനത്തെ ആൾക്കാരേക്കാരം? VIP ആണ് ഇത് ഉപയോഗിക്കുക അല്ലേ? നല്ല, അതായത് ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ നടത്താം. പിന്നെ ഈ ബിസിനസ്സുകാരൊക്കെ ഫുള്ള് യാത്രക്കാരം. അപ്പോൾ അവർക്ക് ക്ഷീണം മാറ്റി ഉറങ്ങി യാത്ര ചെയ്യാം അല്ലേ? ഇനി എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം. സിനിമാ നടന്മാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി മേക്കപ്പ് ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കാം. ഷൂട്ടിൻ്റെ ടൈം ആകുമ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി പോവാം അല്ലേ? ഷൂട്ട് കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വരാം. ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് തണുപ്പിച്ച് കുടിക്കാം അല്ലേ? ഇനി അഥവാ ഒന്ന് ബാത്റൂം പോകണമെങ്കിൽ ഇപ്പം മമ്മൂക്കാനെയും മോഹൻലാലിനെയും ആൾക്കാർ കണ്ട എന്താട്ടും, ആൾക്കാർ ഓടി വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒച്ചിമുളി കൂട്ടും ഇല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പമ്പുക്കും ഹോട്ടലിക്കൊന്നും എന്ത് ചെയ്യണ്ട, ബാത്റൂം പോകണ്ട, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ഉണ്ട്. അപ്പോൾ വൺ സെറ്റപ്പ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പർപ്പസിനുള്ള ആളുകൾക്കൊക്കെ, ഒരു കാരവൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വണ്ടി സെയിലിനുള്ളതാണ്. വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ. 2017 മോഡലിൽ ഓൺലി 35,000 കിലോമീറ്റർ ഓടിയ 10 സീറ്റ് വണ്ടി. ഗിവ് അവേ ഇതോ? ഗിവ് അവേ കൊടുക്കേ? അതിനെൻ്റെ വാപ്പേ കുറച്ച് പടം വളരാണ്ട് കേട്ടോ. ഇത് ഗിവ് അവേ കൊടുക്കാൻ മാത്രം ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് പ്രാർത്ഥിക്കുക, അപ്പോൾ റെഡി ആവും കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കണം കേട്ടോ. കൊടുക്കാനുള്ള മനസ്സെനിക്കുണ്ടല്ലോ മതി. അപ്പോൾ തീർച്ചയായിട്ടും സക്കിമോൻ പറയണേ ഇതൊക്കെ ഗിവ് അവേ കൊടുത്താലെന്നാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയാം. മുർഷിയെ ഞാനൊന്ന് ഓടിച്ചാലോ അല്ലേ? ഒന്ന് ഓടിക്കാം. അപ്പോൾ ഒന്ന് മുർഷി വേക്കൽ ചെയ്ത് കേട്ടോ. നിജ് മോഹൻലാലി, ഞാൻ ഡ്രൈവറും. അയ്യവാ മുർഷിയെ ആ ചെറുക്കനെ പിടിച്ചോട്ടോ, സെക്കിനെ ആടെ അലമ്പോട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കിട്ടു, നമുക്ക് ഓടിക്കാൻ പോവാണ്. അതേപോലെ നമ്മൾ ഓ അലമ്പൊന്നും കാട്ടില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിക്കാം. ഇതേ സംഭവം ഇതിൽ എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യണില്ലാത്ത വണ്ടി, ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കണ ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുമ്പോൾ ആ സൗണ്ട് ഉണ്ടെങ്കിൽ ഈ സൗണ്ട് ഒന്നും എന്തില്ല, ഇതിൻ്റെ അകത്തോട്ടില്ല. ക്യാബിൻക്ക്, അകത്തെ ക്യാബിൻക്ക് ഈ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. യാത്ര ചെയ്യുന്ന ആൾക്കേ വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കും ഇത് ഹരം തന്നെ കേട്ടോ. അയ്യവ, ഇത്രയും ഒരു വലിയ വണ്ടിയാണ് ഓടിക്കണെന്നുള്ളൊരു ഫീലൊന്നുമില്ല. പക്ഷേ ഈ സൗണ്ടും ഈ മിററിലൂടെ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ഭീകര സാധനം കൊണ്ടാണ് നമ്മൾ പോകണമെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവും ചെയ്യും കേട്ടോ. പിന്നെ സിമ്പിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷനാണ്. പിന്നെ ഒരു ഹരാണല്ലോ അതൊക്കെ ഓടിക്കുന്നത്. അയ്യവ, പിന്നെ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് VIPs ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഡ്രൈവറും തന്നെ ഒരു 60 സ്പീഡ്, ഒരു 70 സ്പീഡിൻ്റെ മുകളിലൊന്നും പോകില്ല. ഇനി അത്രയും സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും നല്ല ഹൈവേ ഒക്കെ കിട്ടി കഴിഞ്ഞാലുള്ള അടിപൊളിയായിട്ട് ഓടിച്ചു പോവുള്ളൂ. പിന്നെ ഈ ഇത്ര വളവില്ല റോട്ടിൽ ഇത് മുന്നിക്കോക്ക് അതാണ്ടോ, ഇത്ര വളവില്ല റോട്ടിൽ കൂടെയൊക്കെ ഡ്രൈവറൊന്ന് ഹരം കയറി വീശി ഓടിച്ചാണ്ടല്ലോ ബാക്കിലിരിക്കുന്ന VIP അപ്പുറത്തെ സീറ്റിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ. പിന്നെ ഫോഴ്സ് ട്രാവലറിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ സൗണ്ടാട്ടെ കേൾക്കുന്നത്. അയ്യവ, അടിപൊളിയായിട്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് വണ്ടി. ഇതേ നമ്മളെ കാറിൻ്റെ സ്റ്റിയറിംഗ് വീല് പറഞ്ഞാൽ ഇങ്ങനെ മുന്നിലാണ് നിൽക്കുക. അത് നമ്മൾ ഓടിക്കുക എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ ഓടിക്കുക. പക്ഷെ ഇതാണെങ്കിൽ ഇതിങ്ങനെ ഓടിക്കുക. അതിനൊരു ഹരം വേറെ തന്നെയാണ്. അതിന് ലോറി ആയാലും ബസ്സായാലും ആ ബസ് ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാരൊക്കെ ഓടിക്കലുകൾ കണ്ടിട്ടില്ലേ?
കറക്കി തിരിച്ചൊടിച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ ഇട്ട് കറക്കും. അതൊരു ഹരം വേറെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന സ്റ്റിയറിംഗ് ആകുമ്പോൾ അത് ഓടിക്കണ ഫീൽ പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. മറ്റേത് നമ്മൾ കാർ ഇങ്ങനെ ഓടിക്കാം. നമ്മൾ ലാൻഡ് ക്രൂസർ പ്രാഡൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ കൗത്തി വെക്കാൻ പറ്റും സ്റ്റിയറിംഗ്. പക്ഷെ ഇത് മാനുവലി ഇങ്ങനെ തന്നെ വരുന്നത്. അടിപൊളിയാട്ടോ. അതേപോലെ ഫ്രണ്ടിക്ക് നല്ല വ്യൂ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്യാരവന്റെ ചെറിയൊരു റിവ്യൂ ഒരു വ്ളോഗ് രൂപത്തിൽ നമ്മൾ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും. അതൊക്കെ തീർച്ചയായിട്ടും ഇനിയും നമ്മൾ കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് ഫോഴ്സ് ട്രാവലർ പുതിയത് ഷോറൂമിൽ നിന്ന് എടുത്ത് ക്യാരവൻക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു വാഹനമാണ്. ഇതിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 22 ലക്ഷം രൂപയാണ്. ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടിയാണ്. 2017 മോഡലുണ്ട്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇതെല്ലാവർക്കും പറ്റുന്ന സാധനമല്ല. ഇതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉപയോഗപ്പെടുള്ളൂ. അപ്പോൾ അത്തരം പർപ്പസുള്ള ആളുകൾ ഒരു ക്യാരവൻ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ ക്യാരവൻ അന്വേഷിച്ച് നടക്കുന്ന ആളെ, അല്ലെങ്കിൽ അത്രയും പർപ്പസില്ല നിങ്ങളുടെ ചങ്കുകളെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോവാം. ഏതായാലും നമ്മളെ വീഡിയോസിലുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് അറിയുമ്പോൾ ഞങ്ങളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒരു ടാറ്റ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലേ എന്നാൽ നമുക്ക് അവസാനിപ്പിക്കല്ലേ. ഇനി പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലല്ലോ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? അടിപൊളി. ഇതെന്താ സംഭവിച്ചു ചോദിച്ചാലേ, ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാളുണ്ട് അവിടെ റോട്ടിൽ നിന്ന് കുറേ നേരം ഇങ്ങോട്ട് നോക്കി അല്ലേ. എന്താ അവിടെ നിന്നീനപ്പോൾ അങ്ങനെ ഉണ്ടായിനോ? അങ്ങനൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ആദ്യം കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് പിന്നെ വന്നാണ്ട് ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ വിളിച്ചു. എന്താ പരിപാടി, എന്തായാലും ഇപ്പോൾ ഇവിടെ വണ്ടി കാണാനാണല്ലോ ഇപ്പോൾ നിങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഓലെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെയൊന്നും ഒരു മടിയും കരുതരുത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനി ടൈം ഇവിടെ വരാം. ഇവിടെ ഞങ്ങളുണ്ട്, വണ്ടിയുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മളോട് പറയാം. പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധിക്കും. നമ്മൾ തില്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് അല്ലേ, മിനി കൂപ്പറിൽ കയറണമെന്ന്. അത് നമുക്ക് അധികം വൈകാതെ സാധിക്കാം. കൺവേർട്ടബിൾ മിനി കൂപ്പർ അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. അത് വരും അല്ലേ ഇതൊക്കെ. അപ്പോൾ എന്നാൽ മിനി കൂപ്പർ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് അവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. വാ, ഇതാണ് മിനി കൂപ്പർ. അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് കയറേണ്ടത് അല്ലേ. ഇന്നിപ്പോൾ ഏതായാലും ഇത്രയും നമ്മൾ വൈകിയില്ലേ. അടുത്ത പ്രാവശ്യം ഇനി ചെന്നാൽ പോയിട്ട് വരിക. 2 മാസം പൂട്ടൂലേ? ഓ 2 മാസം പൂട്ടി അപ്പളേ വരുള്ളൂ അല്ലേ. അത്രത്തോളം കാത്തുക്കാല ക്ഷമ ഉണ്ടോ? കയറിക്കോളി. മിനി കൂപ്പറിൽ കയറിയില്ല എന്ന് വേണ്ട. ഇജ്ജ് ഡ്രൈവിംഗ് സീറ്റിൽ വരുന്നു. കയറാം, അവിടെ കയറാം. ഞാൻ കാണിച്ചു തരാം. ജേസയ്ക്ക് മോനെ. ആ ഇതാണ് 2 ഡോർ മിനി കൂപ്പർ കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഓടിക്കാൻ ഭയങ്കര രസമാണ് യാത്ര ചെയ്യാനൊക്കെ. ഞാൻ അടുത്ത 2 മാസം കൂട്ടുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായോ? ഫോട്ടോ എടുക്കണോ മിനി കൂപ്പർ വന്ന്? ഒരു ഫോട്ടോ എടുക്കണോ? എന്നാ വാ. ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഇപ്പം നിങ്ങൾ വന്നില്ലേ, നമുക്ക് റൈഡാണ് പോവാം. ഓ ചിരിച്ചുപാടൊക്കെ. മിൻഹാജിനായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനി കൂപ്പറിൽ റൈഡ് പോവാം. കയറ് വാ. ജിതിൽ ഇങ്ങോട്ട് വാ. അയ്വാ പോലെ മിനി കൂപ്പർ റൈഡാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അല്ലേ. മലടി പോയിട്ട് നാട്ടിൽ പോയിട്ട് തള്ളുണ്ടാവും അല്ലേ. വീഡിയോ കാണിച്ചു കൊടുക്കും അല്ലേ. അതെ. എന്താ പറയാ പിന്നെ മിനി കൂപ്പറിലും കേറി. സ്കൂളിലോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 8 അല്ലേ. ആർക്ക് മുന്നിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരുന്നോ? ആണോ? രാത്രി നല്ല രസേക്കാരം കേട്ടോ. ആ ഇങ്ങനെ നല്ല കാണും. ഒരുപാട് കളറുണ്ട് കേട്ടോ. എല്ലാ കളറും ഉണ്ട് അല്ലേ.
ഗിയറിന്റെ ഇവിടെ ഉണ്ട്. ഗിയറിൻ്റെ ഇവിടെ റൗണ്ട്, ഇവിടെ ഇതൊക്കെ ഉണ്ട്, നോബ് റൗണ്ട്, എല്ലാം റൗണ്ട് അല്ലേ? എവിടെ നോക്കിയാലും റൗണ്ട്. ഇനി വരുമ്പോൾ ഇങ്ങോട്ട് വിരുന്ന് വരുമ്പോഴൊക്കെ വന്നോണ്ട് കേട്ടോ. ഞാൻ അല്ലെങ്കിലും ഇവിടെ ആൾക്കാരുണ്ടാവും. വേണ്ട വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ. പുതിയ പുതിയ കാറുകളൊക്കെ കാണാം. ഇനി 2 ചോദ്യന്മാർ രണ്ടാളോടുണ്ട്. അത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങള് മിനി കൂപ്പർ റൈഡും കഴിഞ്ഞെത്തി. എന്താ പറയല്ലേ? എന്താ പറയല്ലേ, സന്തോഷമുണ്ട്. സന്തോഷായില്ലേ? ഇനി രാവിലെ ആരും കണിയുണ്ട്? എന്തായാലും ഓർമ്മട്ടില്ല. നല്ലൊരു ദിവസം അല്ലേ? അടിപൊളിയായില്ലേ? അപ്പൊ എന്റെ ആഗ്രഹം മിനി കൂപ്പർ സാധ്യമായി. വലുതായിട്ട് എന്താണ് ആഗ്രഹം? സോൾജിയറോ? വെരി ഗുഡ്. ഒരു ആർമിക്കാരനാട്ടോ, നമ്മളെ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരാനാണ് ആഗ്രഹം അല്ലേ? അതെന്തുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടാകാൻ കാര്യം? ഇന്ത്യന്റെ കാവൽക്കാരനാവാനാണ് ആഗ്രഹം അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം സാധിച്ചു തരട്ടെ. ഇന്ത്യൻ ആർമിയിലാ? നമ്മളെ ഇന്ത്യൻ ആർമിയില് ഒരു പട്ടാളക്കാരന്റെ ഫാമിലിയും കൂടി കേട്ടോ. എല്ലാവരും ഇദ്ദേഹത്തിന് ഒരു ലൈക്ക് കൊടുക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആപ്പാപ്പാക്കും ഒരു ലൈക്ക് കൊടുക്കും അല്ലേ? ഒരു ഇന്ത്യൻ ആർമി. അനക്ക് എന്താവാൻ ആഗ്രഹം? ബസ് ഓട്ടുന്ന ആളാവാൻ ആഗ്രഹം. വെരി ഗുഡ്. മോശക്കാരനല്ല കേട്ടോ ഇത്. ബസ് ഓട്ടാറിന ചെറിയ ആൾക്കാർക്ക് കഴിയുന്ന കേസല്ല. ബസ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി വേണം? എന്തൊക്കെ വേണം? സ്കില്ല് വേണം അല്ലേ? ആരോഗ്യം വേണം, മനസ്സ്, അതിനുള്ളൊരു മനസ്സ്, തൻ്റെ ധൈര്യമൊക്കെ വേണം. ശരിക്കും ഒരു ഡ്രൈവറെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവവും ഒരേ ടൈമിൽ വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആൾക്കാരാണ് ആര്? ഡ്രൈവർ. നമ്മൾ ബസ്സിന് ഇപ്പോൾ ഉദാഹരണത്തിന് ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ നമ്മൾ സ്റ്റിയറിങ് കൈ വർക്ക് ചെയ്തു, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കണ്ണ് വർക്ക് ചെയ്തു, ബാക്കിൽ എന്തെങ്കിലും ഹോണടി ഉണ്ടോ, എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ, നമ്മൾ കാത് വർക്ക് ചെയ്തു അല്ലേ? തല, കാര്യങ്ങൾ, കാല്, ബ്രേക്ക്, ക്ലച്ച്, കാര്യങ്ങൾ, എല്ലാ ഭാഗവും. അത് നമ്മളെ മനസ്സ്, ബ്രെയിന് ഒക്കെ വർക്ക് ചെയ്യണം അല്ലേ? ഒരു സെക്കൻഡ് പാളിക്കഴിഞ്ഞാൽ പാളും. എൻ്റെ വണ്ടിയിൽ എത്ര ആളുണ്ടാവും ബസ്സിൽ? ഒരു 30-40 ആൾക്കാരുണ്ടാവില്ലേ? 30-40 ആൾക്കാരെ ജീവൻ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് ജോലിക്കുക. അപ്പോൾ ചെറിയ പരിപാടി അല്ലത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ ആകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹമാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ല പഠിക്കുക. ഡ്രൈവർ പറഞ്ഞാൽ കുറേ ഡ്രൈവറുണ്ട്. ബസ് ഡ്രൈവറാവാം, ലോറി ഡ്രൈവറാവാം, പൈലറ്റ് ആവാം, ട്രെയിൻ ഓടിക്കാം അല്ലേ? KSRTC ഓടിക്കാം, ഗവൺമെൻറ് ഡ്രൈവറാവാം അല്ലേ? എല്ലാ ഡ്രൈവർമാർ ആയിക്കഴിഞ്ഞാലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അനക്കൊരു പ്രൗഡ് ഓഫ് യു. അപ്പോൾ തീർച്ചയായിട്ടേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ടാറ്റ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ